ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ഒരു ദിവസം യേശുവും ശിഷ്യന്മാരും വഞ്ചിയിൽ കയറി, നമുക്ക് തടാകത്തിൻ്റെ മറുകരയ്ക്ക് പോകാം എന്ന് അവൻ പറഞ്ഞു. അവർ പുറപ്പെട്ടു. അവർ തുഴഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ തടാകത്തിൽ കൊടുങ്കാറ്റുണ്ടായി, വഞ്ചിയിൽ വെള്ളം കയറി, അവർ അപകടത്തിലായി. അവർ അടുത്തു വന്ന്, ഗുരു ഗുരു, ഞങ്ങൾ നശിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും തിരകളെയും ശാസിച്ചു. അവ നിലച്ചു, ശാന്തതയുണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ വിശ്വാസം എവിടെ? അവർ ഭയന്ന് അത്ഭുതത്തോടെ അന്യോന്യം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റിനോടും വെള്ളത്തോടും ഇവൻ കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നല്ലോ. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ വേദഭാഗം യേശുവിൻ്റെ അധികാരത്തെയും വിശ്വാസത്തിൻ്റെ പ്രാധാന്യത്തെയും കുറിച്ചുള്ള മനോഹരമായ ഒരു വിവരണമാണ്. കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്ന യേശു. ഈ വചനഭാഗം നമുക്ക് ജീവിതയാത്രയെ സംബന്ധിച്ച വലിയൊരു പാഠമാണ് നൽകുന്നത്. ദൈവത്തിൻ്റെ അധികാരം. കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കുവാൻ യേശുവിനുള്ള അധികാരം അവൻ പ്രപഞ്ചത്തിൻ്റെ നാഥനാണെന്ന് തെളിയിക്കുന്നു. കേവലം ഒരു മനുഷ്യനല്ല, മറിച്ച് പ്രകൃതി പോലും അനുസരിക്കുന്ന ദൈവപുത്രനാണ് അവനെന്ന് ശിഷ്യന്മാർ ഇതിലൂടെ തിരിച്ചറിയുന്നു. മറ്റൊന്ന്, ശിഷ്യന്മാരുടെ ഭയവും വിശ്വാസവും. യേശു കൂടെ ഉണ്ടായിട്ടും ശിഷ്യന്മാർ ഭയപ്പെട്ടു. നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന യേശുവിൻ്റെ ചോദ്യം നമുക്കുള്ളതാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളാകുന്ന കൊടുങ്കാറ്റുകൾ ഉണ്ടാകുമ്പോൾ യേശു കൂടെയുണ്ടെന്ന ബോധം നമുക്കുണ്ടോ എന്ന് അവൻ നമ്മോട് ചോദിക്കുന്നു. മറ്റൊന്ന്, യേശുവിൻ്റെ സമാധാനം. തിരമാലകൾക്കിടയിലും യേശു ശാന്തനായി ഉറങ്ങുകയായിരുന്നു. ദൈവത്തിലുള്ള പൂർണ്ണമായ ആശ്രയത്വമാണ് ഈ സമാധാനത്തിന് കാരണം. നമ്മുടെ ജീവിതത്തിലെ അശാന്തിയുടെ നിമിഷങ്ങളിൽ അവനെ വിളിച്ചുണർത്തി അവൻ നമുക്ക് ശാന്തി നൽകും. നമ്മുടെ ജീവിതത്തിലെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്ന നിമിഷങ്ങളിൽ നമുക്ക് ഈശോയെ വിളിച്ച് ഉണർത്താം. അവൻ നമുക്ക് ശാന്തി നൽകും. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ജീവിതക്കടലിലെ പ്രതിസന്ധികളാകുന്ന കൊടുങ്കാറ്റുകളിൽ ഞങ്ങൾ ഉഴലുമ്പോൾ അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന സത്യം തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഭയത്താൽ ഞങ്ങളുടെ വിശ്വാസം തകർന്നു പോകുമ്പോൾ ശാന്തമാകുക എന്ന അങ്ങയുടെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മുഴങ്ങട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളിലും തൊഴിലിടങ്ങളിലും ഉണ്ടാകുന്ന അശാന്തിയുടെ തിരമാലകളെ അങ്ങയുടെ അധികാരം കൊണ്ട് ശാന്തമാക്കണമേ. അങ്ങയിൽ പൂർണ്ണമായി വിശ്വസിക്കുവാനും ഏതവസ്ഥയിലും അങ്ങയുടെ സമാധാനം അനുഭവിക്കുവാനും ഉള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ
കരയരുതേ ഇനി എൻ കൺമണിയെ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയെ, ഞാൻ നിന്റെ കൂടെയില്ലേ. കരയരുതേ ഇനി എൻ കൺമണിയെ, ഞാൻ നിന്റെ കൂടെയില്ലേ.